അബാക് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇതാണ് തടത്താവിള ശിവൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവന്റെ പട്ടാഭിഷേകമാണ്. ഡോക്ടർ പറഞ്ഞ ശരിയാണ്, എത്ര കണ്ടാലും മടുക്കാത്ത പിന്നെയും കണ്ടോണ്ടിരിക്കാനുള്ള ഒരു സംഭവം തന്നെയാണ് ആന എന്ന് പറയുന്നത്. കടലും ആനയും കണ്ടാൽ മതി മറക്കാത്ത രണ്ട് സംഭവങ്ങളാണ്. അതെ അതെ അതെ. ഇവിടെ കെട്ടാന കൈ അങ്ങനെ അത് കൈ അവിടെ ചെയ്യും. ആനയുടെ പട്ടാഭിഷേകവും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ തടത്താവള ശിവയ്ക്ക് ഗജരൗദ്രപുത്രൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ ഭാവങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ നൽകിയ ഒരു പട്ടാഭിഷേകമാണെന്ന്. കാരണം അവനൊരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന അവൻ്റെ രൗദ്രത നമ്മൾ എന്നും ഇഷ്ടപ്പെടുന്നതാണ്. കാരണം പലർക്കും പല രീതിയിലുള്ള ക്യാരക്ടേഴ്സാണ്. ഇവൻ്റെ ഒരു രൗദ്രത അവൻ കാണിക്കുക, അവൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അതിനാണ് എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഇന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ രൗദ്രഭാവം ഉണ്ടെങ്കിൽ അവൻ്റെ ആ പവർ അവൻ കാണിക്കും. അത് വിചാരിച്ച് ഈ സമയത്ത് അവനെ എപ്പോൾ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ കൊണ്ടുനടക്കാം, അല്ലേ? ഒരു കുഴപ്പമില്ലാത്ത തന്നെയാണ്. പക്ഷെ നീരുകാലത്ത് അവനോടൊന്ന് നമ്മൾ സമരസപ്പെട്ട് പോകണം. കാരണം മസ്ത് കാലത്ത് അവൻ്റെ സ്വഭാവം കറക്റ്റായിട്ട് കാണിക്കും. ആ സമയത്ത് മാത്രം അവനൊരു അപകടമുള്ളൂ. അല്ലെങ്കിൽ അവൻ വളരെ നമ്മുടെ സുഹൃത്തിന് വരെ എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ മതി, കൂടെ വന്നോളും എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ രീതി. ഏറ്റവും എന്താ പറയുക, 10 വർഷക്കാലമായിട്ട് എനിക്ക് തോന്നുന്നത് തെക്ക് നിന്ന് ഇവിടെ തെക്കിൻ്റെ രാജകുമാരൻ തൃശ്ശൂരിൻ്റെ ഒരു രാജകുമാരനായിട്ട് വാഴുകയാണ് ശരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പട്ടാഭിഷേകവും കൂടിയാണ് ഇന്ന് നമ്മൾ നടത്തിയത് എന്ന് പറയാം. കാരണം അന്ന് അവിടെ തടത്താവിള എന്ന് പറയുമ്പോൾ കൊല്ലം ഭാഗത്തുള്ളതാണ്. അവിടെ തന്നെയാണ് അവരുടെ ഉടമസ്ഥൻ, കൊല്ലം തന്നെയാണ്. പക്ഷേ ഇവൻ 10 വർഷത്തിന് മേലെയായി തൃശ്ശൂർ വിട്ട് പോയിട്ടില്ല. തൃശ്ശൂരിൻ്റെ പുത്രനായി, തൃശ്ശൂരിൻ്റെ പുതിയ രാജാവായി, ഇങ്ങനെ എന്താ പറയുക, ഗജരൗദ്രപുത്രൻ, ഗജരാജാവ് എന്ന് തന്നെ പറയാം. എന്തായാലും ഇതൊരു നല്ലൊരു നിമിഷമാണ്. എല്ലാവരും ഇന്ന് ആനയൂട്ടും അതോടൊപ്പം തന്നെ ആനയുടെ പട്ടാഭിഷേകവും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മൃഗമാണ് ആന. ഇതിനെ കാണാനായിട്ട് നമ്മളെല്ലാവരും ഒത്തുകൂടുന്നത് തന്നെ അതൊരു സ്നേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ആദരവിൻ്റെ ഒരു ഭാഗമാണ്. കാരണം അതിനെ ഇഷ്ടപ്പെടുക, അതിനെ ആദരിക്കുക. കാരണം ഗണപതിയെ, അതിൻ്റെ എന്ത് വിഘ്നങ്ങളും തടസ്സങ്ങളും മാറ്റി തരുന്ന ഗണപതിയെ ആദരിക്കുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ സ്മരിക്കുക എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എന്നും വിജയം ഉണ്ടാവുക. നമ്മുടെ എന്ത് തടസ്സങ്ങളും മാറ്റി തരുന്നത് ഗജരാജനാണ്, ഗണപതിയാണ്. ആ ഗണപതിയുടെ അവതാരമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ തടത്താവിള ശിവ. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരും ആനയെ ഇഷ്ടപ്പെടുക. ഇനിയും ആനകൾ കേരളത്തിൽ വേണം. അടുത്ത തലമുറയ്ക്ക് പൂരങ്ങൾ ഉണ്ടാവണം എന്ന ഒരു പ്രാർത്ഥന നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. കാരണം ഇതൊരു ജീവിതത്തിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ ആനകൾ വന്നാൽ മാത്രമേ പൂരങ്ങൾ നടക്കുള്ളൂ. ആനകളുടെ എണ്ണം കുറയുന്നതിന് അത് റീപ്ലേസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെന്താ പറയുക, പത്തായത്തിൽ നെല്ല് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അത് നടക്കുന്നില്ല. അപ്പോൾ വരും കാലങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. തീയായിട്ടുള്ള ആന എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കടൽ എന്നെ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ്? കടൽ എപ്പോഴും ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. ആ അലയടിക്കുന്നത് മാതിരി ആനയുടെ തുമ്പി, ചെവി, അതിൻ്റെ വാല്, ഇത് ഒരു അലയുടെ മാതിരിയാണ്, ഒരു അലയടിക്കുന്നത് മാതിരിയാണ്. തുമ്പി ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ ചെവി ആടും, ചെവി ആടിഞ്ഞാൽ അടുത്ത മൂമെന്റിൽ അതിൻ്റെ വാലാടും. റിതമിക്കാണ്. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇവർക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലേ? ഇത് അവർ നോക്കും. അത് അവരൊരു സയൻസാണ്. അതാണ് ആനയുടെ ഒരു എന്താ പറയുക, ഒരു പാരലാണ്. അതിന്റെ ബ്രെയിൻ, ഒരു സ്പൈനൽ കോഡിന്റെ ഒരു കണക്ഷനാണത് ശരിക്കും പറഞ്ഞാൽ. തുമ്പി മുതൽ വാല് വരെ അതിന്റെ നെർവൽ സ്പൈനൽ കോഡ് ഉണ്ട്. ആ സ്പൈനൽ കോഡിന്റെ ഒരു കോർഡിനേഷനാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ആന ഹെൽത്തി ആണെങ്കിൽ മാത്രമേ അത് കാണുള്ളൂ, അല്ലെങ്കിൽ ചെവി വട്ടം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കറിയാം എന്തോ പ്രശ്നമുണ്ട്. അത് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ചെണ്ടമേളത്തിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ ആനയ്ക്ക് ബുദ്ധിമുട്ടാകില്ല, ശല്യമാകില്ല? ഇല്ലല്ലോ. കാരണം ചെണ്ടമേളം അതൊന്നും ആനയെ സംബന്ധിച്ച് അതൊരു വലിയൊരു പ്രശ്നമുള്ള കാര്യമില്ല. അതിന് നല്ല ഭക്ഷണം കൊടുക്കുക, അതാണ്. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചെണ്ട എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ.
പടക്കം വരെ പൊട്ടിച്ചാലും ആന അറിയില്ല. ഇപ്പൊ നമ്മള് നോർത്ത് ഇന്ത്യയിലൊക്കെ വാലുമ്മ ഒട്ടകത്തിനെ കെട്ടിയിട്ടാ കൊണ്ടുപോകുക അവര്. അവിടെ പരിപാടിക്ക് പോകുമ്പോ ആന മുന്നിൽ പോകും, പുറകലത്ത് വാലുമ്മ അതിന്റെ ഒട്ടകത്തിനെ കെട്ടിയിട്ടുണ്ടാവും. അപ്പൊ അവര് തമ്മിലൊരു സമരസപ്പെട്ട് ജീവിക്കുന്നതാണ്. അപ്പൊ മൃഗങ്ങൾക്ക് ഇതിന് ഈ ഒരു ചടങ്ങില് ഇപ്പൊ നമ്മളോട് വന്ന് ആരെങ്കിലും ഉപദ്രവിക്കണ്ട, ആരും ഉപദ്രവിക്കില്ല. അങ്ങനെ അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ നമ്മൾ തന്നെ ഒരു പൊതു സ്ഥലത്ത്, ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കവലയിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുത്തെ ഡോഗ്സ് നമ്മൾ നോക്കും, അപകടം ഉണ്ടോ എന്നൊക്കെ നോക്കും. അങ്ങനെ അതൊരു വൈൽഡ് നേച്ചറാ. ആ നേച്ചർ ഇവര് കാണിക്കണില്ലേ. ഇവര് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ വന്ന് ഭക്ഷണം കൊടുക്കാം. പക്ഷെ അതിന്റെ കൊച്ചുകുട്ടീനെ നമ്മൾ കയറി പിടിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അവന്റെ അമ്മ ദേഷ്യപ്പെടില്ലേ. അപ്പൊ അതുപോലെ അതെ, ഞാൻ സാറിനോട് ചോദിക്കായിരുന്നു, അങ്ങനെ ആ ഒരു ആനയെ കണ്ടാ പെട്ടെന്ന് ആരെങ്കിലും വന്ന് തൊട്ടാ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പൊ കൊച്ചുകുട്ടീനെ നമ്മുടെ കയ്യിലിരിക്കുന്ന കൊച്ചുകുട്ടീന്റെ ആൾ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ട് ആ കുട്ടീനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വിഷമമില്ല. അതുപോലെയാണ് ഇവരുടെ അടുത്ത് ചോദിച്ചിട്ട് ആനനെ തൊട്ടാ കുഴപ്പമില്ല. അപ്പൊ വലിയമ്മ നേരത്തെ തൊടട്ടാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹമാണ് അതിന്റെ കെയർ ടേക്കർ. ആ കെയർ ടേക്കർ അനുവാദം ഇല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു കാര്യം നമ്മൾ തന്നെ ഞാൻ ഇപ്പൊ ചെന്ന് ചെയ്താന്ന് പറഞ്ഞാൽ ആ ആന പേടിക്കില്ലേ, അവന് പേടി വരുമല്ലോ. കാരണം ഇദ്ദേഹത്തിന്റെ അനുമതിയോടെ ചെല്ലുന്നത് പ്രൊട്ടക്ഷനാണ്. കാരണം ഇദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ, ഇദ്ദേഹം പറഞ്ഞിട്ടാണെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് നമുക്ക് അടുത്ത് പോകാൻ പറ്റുന്നത്. അല്ലാതെ ചെന്ന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് പേടിച്ചിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യണത്. അല്ലാണ്ട് അതിനോട് നമ്മളോടുള്ള ദേഷ്യമൊന്നും ഇല്ലല്ലോ. നേരത്തെ നമ്മളോടൊരു പകയോ ദേഷ്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് പക്ഷെ ആ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം നമ്മൾ എടുത്തു കാണിക്കണം. അപ്പൊ ത്രൂ എപ്പോഴും ഒരു ചാനൽ ഉണ്ടല്ലോ, പ്രോപ്പർ ചാനൽ എന്ന് പറയില്ലേ. ആ പ്രോപ്പർ ചാനൽ എന്ന് പറയുന്നത് അതിനെ കൊണ്ടുനടക്കുന്ന, അതിന്റെ പരിരക്ഷകനോട് ചോദിച്ചിട്ട് വേണം അതിന്റെ മേത്ത് കൈവയ്ക്കാനായിട്ട്. അവരുടെ അംഗീകാരം ഉണ്ടെങ്കിൽ ആനയ്ക്ക് മനസ്സിലാവും, യെസ് കിട്ടിയിട്ടുണ്ട്, സാങ്ഷൻ മൂടിയിട്ടുണ്ട്, അപ്പൊ ചെയ്യാം. അല്ലാണ്ട് തൊട്ട് കഴിഞ്ഞാൽ ആന പേടിച്ചിട്ട് ചെയ്യണതാ. അല്ലാണ്ട് ആനയ്ക്ക് നമ്മുടെ ദേഷ്യം കൊണ്ടല്ല, അതിനെ നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി. ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഈ ആനയ്ക്ക് എന്നെ പരിചയം വന്നു, അപ്പൊ അവൻ ഇനി ജീവിതകാലം മുഴുവൻ എന്നെ എവിടെ കണ്ടാലും തിരിച്ചറിയോ? പൊതുവെ ആ പരിചയം ഉണ്ടെങ്കിൽ തിരിച്ചറിയും. പരിചയം വേണം. അവിടെ നിന്നിട്ട് കണ്ടിട്ട് പോയ അറിയണമെന്നില്ല. നമ്മൾ അതിന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ആഹാരം കൊടുക്കണം. മറ്റുള്ളവർ കൊടുക്കുന്ന വ്യത്യാസമായിട്ട് ഇപ്പൊ ഒരു ഉപ്പിലിട്ട മാങ്ങ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇതുവരെ കിട്ടിയത് അത് എന്ത് ഉപ്പിലിട്ട സാധനം തന്നില്ല. അപ്പൊ ആ ഉപ്പിലിട്ട് മാങ്ങ തന്ന ആളെ സ്പെസിഫിക് ആക്കും. അപ്പൊ ഒരു ഗ്രൂപ്പായിട്ട് വന്നാലും നമ്മുടെ അടുത്തേക്ക് വാട വരും, നമ്മുടെ കയ്യിലുള്ള സാധനം തരൂ എന്ന് പറയും. കാരണം അതിന് ഇഷ്ടപ്പെട്ട സാധനം കൊടുക്കുന്നത് ആരാ? ആ വ്യക്തിനെ അവർ ഇഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ ഒരു പരിചയമായി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം അവിടെ ചെന്നാൽ നമ്മളെ അംഗീകരിക്കും. ചിലപ്പോ പ്രശ്നം പിടിച്ച് നിൽക്കുമ്പോൾ ഇവരെ എന്തെങ്കിലും പറഞ്ഞ് ആട്ടിയിട്ടുണ്ടെങ്കിൽ ഉടമസ്ഥൻ വന്നിട്ട് എന്താ മോനെ കുട്ടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവന്റെ കൂടെ വരും അല്ലേ. അപ്പൊ അങ്ങനെ അവനത്രയും നമ്മള് പറയല്ലേ, നമ്മള് എന്താ പറയാ, ഒരു സിനിമയിലുണ്ടല്ലോ കത്തി താഴെ മോൻ എന്ന് പറയണ മാതിരി, അത് ഉടമസ്ഥൻ ചെന്നിട്ട് എന്ത് പറഞ്ഞാലും അനുസരിക്കും എന്നുള്ളതാണ്. അതെ. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ആനയ്ക്ക് വിഷമമാണ്, കണ്ണീന്ന് ഇങ്ങനെ കണ്ണീര് വരുന്നുണ്ട്, ആനയ്ക്ക് വിഷമാണ്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? കണ്ണീന്ന് കണ്ണീര് വരുന്നല്ല, കണ്ണീര് ഒരു വെള്ളം എന്തായാലും നനഞ്ഞിരിക്കണം, ഈർപ്പുണ്ടാവണം. അത് പക്ഷെ മനുഷ്യർക്കൊക്കെ ആണെങ്കിൽ കണ്ണിൽ നിന്ന് നമ്മുടെ മൂക്കിലേക്കും വായിലേക്കും ഈസ്റ്റേഷ്യൻ കനാലിലേക്ക് കണക്ഷൻ ഉണ്ട്. ആനയ്ക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. അത് പുറത്തേക്ക് ഇങ്ങനെ വന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നതാണ്. അല്ലാണ്ട് ഇത് കണ്ണീനീരല്ല. അത് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, കാട്ടിലൂടെ ഇവർ കാട്ടിൽ ജീവിക്കേണ്ട ആനയാണ് നമ്മൾ പറയാറില്ലേ. ഇവരൊക്കെ കാട്ടിൽ നിൽക്കേണ്ടതാണ്, എന്തിനാ നാട്ടിൽ നിർത്തിയാണ്. കാട്ടിൽ നിങ്ങൾക്ക് സുരക്ഷയുണ്ടോ? ആരെങ്കിലും പോയിട്ട് നിങ്ങൾ ആരെങ്കിലും ഒന്നും കാട്ടിൽ പോയി നോക്കുക, പറയാം നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട്. നിങ്ങൾ ഒന്നും പേടിച്ച് ജീവിക്കണം, വേണ്ടേ? കാടിനകത്ത് കയറിയാൽ നമുക്ക് ഒരു പേടിയാ. ഇത് പക്ഷെ നാട്ടിൽ നിൽക്കുമ്പോൾ ഇവന് പേടിയില്ല. കാട്ടിൽ ഇവൻ പോയി കഴിഞ്ഞാൽ ഇവന് എന്നും പേടിച്ചോണ്ട് ജീവിക്കണം. ഒരു ജീവിതകാലം പേടിച്ച് ജീവിക്കണോ, ഒരു ജീവിതകാലം സുഖമായി ജീവിക്കണം. പക്ഷെ ഇടയിൽ നമുക്കൊരു ചെറിയൊരു അതൊക്കെ ഉണ്ടാവും, ഒരു അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. നമ്മള് മക്കളെ നന്നായി വളർത്തി അവർ നന്നാവും. എന്താ പറയാ, അതിന് ചിലപ്പോൾ ചെറിയ ശിക്ഷണമൊക്കെ വേണം. അപ്പൊ നമ്മൾ ചൂരൽ കഷായം ഉണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന അധ്യാപകരെ നമ്മൾ കണ്ടിട്ടില്ലേ. അതുകൊണ്ട് നമ്മൾ ആ അധ്യാപനം എപ്പോഴും ഓർക്കും. കാരണം ആള് കാരണം ഞാൻ രക്ഷപ്പെട്ടെന്ന് നമ്മൾ ഇപ്പോഴും പറയും. അപ്പൊ അതുപോലെ ആനയെ നമ്മൾ സംരക്ഷിക്കുക, സ്നേഹിക്കുക, കൊണ്ടുനടക്കുക. അതെ.